കുരുക്ഷേത്രത്തിനു മുകളിൽ സൂര്യൻ ചെങ്കനലായി കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കവചം നഷ്ടപ്പെട്ട് തേർച്ചക്രം ചെളിയിലാണ്ട നിലയിൽ നിസ്സഹായനായി കർണൻ നിൽക്കുന്നു. അർജുനൻ അമ്പ് കുലച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രഹരിക്കാൻ കൃഷ്ണൻ അയാളോട് ആജ്ഞാപിച്ചു. അതോടെ കർണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യുദ്ധനിയമങ്ങൾ അറിയില്ലേ? ആയുധമില്ലാത്ത യോദ്ധാവിനെ ആക്രമിക്കാൻ പാടില്ല. കൃഷ്ണൻ ആ വാക്കുകൾക്ക് ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. അഭിമന്യുവിനെ ഒറ്റപ്പെടുത്തി വധിച്ചപ്പോൾ നിങ്ങൾ ഈ നിയമങ്ങൾ ഓർത്തിരുന്നോ? കർണൻ്റെ കണ്ണുകൾ താഴുകയും അയാൾ മെല്ലെ മന്ത്രിക്കുകയും ചെയ്തു. വിധി എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ഭീരുവായല്ല, മറിച്ച് സ്വന്തം കർമ്മഫലം ഏറ്റുവാങ്ങാൻ തയ്യാറായ ഒരു യോദ്ധാവായി. ശേഷം അയാൾ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ പറഞ്ഞു, ലോകമറിയട്ടെ, കർണൻ യുദ്ധക്കളത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞോടിയിട്ടില്ല എന്ന്. ഒടുവിൽ അർജുനൻ്റെ അമ്പ് പാഞ്ഞു. ആ യുദ്ധക്കളത്തിലാകെ നിശബ്ദത തളം കെട്ടി. കൃഷ്ണൻ പോലും ആ മഹാനായ യോദ്ധാവിന് മുന്നിൽ തലകുനിച്ചു. വിജയത്താലല്ല, ആദരവിനാൽ.